ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ചെസ്റ്റിനുള്ള വർക്കൗട്ട്സൊക്കെ ചെയ്ത് തുടങ്ങി കേട്ടോ. നമ്മൾ ചെസ്റ്റിന് നല്ല രീതിയിൽ തന്നെയാണ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തത്. ശരിക്കും വെയിറ്റൊക്കെ ലോഡ് ചെയ്തു. നല്ല പിടുത്തമായിരുന്നു. ഇത് ഡ്രോപ്പ് സെറ്റ് ആയിരുന്നേ. ഡ്രോപ്പ് സെറ്റ് ചെയ്യിപ്പിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് തന്നെ എത്തിയെന്ന് പറഞ്ഞു മതി. നമ്മുടെ ടോട്ടൽ വർക്കൗട്ട് സെറ്റ് ഇപ്പോൾ ഏകദേശം 10 വർക്കൗട്ട്സ് നമ്മൾ ചെയ്യും കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നല്ല രീതിയിൽ തന്നെ ബോഡി ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള പരിപാടിക്കാണ്. ഡയറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് തുടങ്ങി. വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പങ്കീസിൽ കയറി റോബസ്റ്റൊക്കെ കഴിച്ചേ. എന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ സാഞ്ചിത കാറിൻ്റെ ഫ്രണ്ടിൽ പമ്മി കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പ്രോട്ടീൻ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുടിച്ചു. അമ്മയാണെങ്കിൽ എന്തോ ഒരു ഇലച്ചെടി തോരൻ വെക്കാനുള്ള പരിപാടിക്കാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുഴുങ്ങിയ ഏത്തപ്പഴവും ഒരു 3 ഹോളഗും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കാറിൻ്റെ ഡിക്കിക്കകത്ത് ഒരാഴ്ചയായിട്ട് കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ടായിരുന്നു. ഞാനും അമ്മയും കൂടെ അതെല്ലാം എടുത്ത് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കിനും അമ്മ ഒരു മുട്ട എടുത്ത് പൊരിച്ച് കൊണ്ട് തന്നെ കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മയ്ക്ക് ഇന്ന് കുഞ്ഞുമോളാഞ്ചിയുടെ അടുക്കാൻ പോകണമായിരുന്നു. അപ്പോൾ അമ്മ നേരെ ഞാൻ അവിടെ കൊണ്ടുവിട്ടിട്ട് വന്നിട്ട് നമ്മുടെ സെക്കൻഡ് മീലായിട്ട് ചോറ്, ചിക്കൻ ബ്രസ്റ്റ്, ഇത്തിരി ചമ്മന്തിയൊക്കെ ആയിട്ട് എടുത്തേ. എന്നിട്ട് എനിക്ക് ബാങ്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ കയറി പീനട്ടൊക്കെ വാങ്ങി കേട്ടോ. പീനട്ടൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നിട്ട് 2 ഹോളൊക്കെ എടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്ത മീലായിട്ട് റൈസും ചിക്കനും എടുത്തേ. എന്നിട്ട് നമുക്കിന്നൊരു ഷൂട്ടുണ്ടായിരുന്നു മാളുവിന്, മലബാർ കടികളുടെ. ഞാനവിടെ കയറിയപ്പോൾ ഒരു കോഫിയും പൈനാപ്പിൾ ജ്യൂസും ഒക്കെ കുടിച്ചു. അടിപൊളി ഏരിയ ആയിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് ആപ്പിളും നമ്മുടെ എഗ്സും ഒക്കെ ആയിട്ടാണ് കഴിച്ചത്. എന്നിട്ട് ഷൂ ഒക്കെ കൊണ്ട് ഊരിയിട്ട് ഇനിയിപ്പോൾ എഡിറ്റിങ്ങും പരിപാടിയിലേക്ക് മാറണം. മൈക്കൊക്കെ എടുത്ത് നമ്മൾ എഡിറ്റിങ്ങും പരിപാടിയിലോട്ടൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, നാളെ കാണാം.